മെൻഡിങ് വാൾ എന്നൊരു പോയമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, മെൻഡിങ് വാൾ, റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ മെൻഡിങ് വാൾ എന്ന പോയം. അപ്പോഴതിനകത്ത് കുറച്ച് ലൈൻസ് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. There is something that does not love a wall. ഈ ലോകത്ത് ഒരു അദൃശ്യ ശക്തിയുണ്ട്, അതിന് മതിൽ ഇഷ്ടമല്ല. Something mysterious in nature that does not love a wall. അപ്പോഴും മതിൽ ഇഷ്ടമല്ലാത്ത എന്തോ ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. അത് എന്ത് ചെയ്യുകയാണ്? സെൻഡിങ് എ ഫ്രോസൺ ഗ്രൗണ്ട് ടു സ്വെൽ അണ്ടർ ഇറ്റ് ആൻഡ് സ്പിൽസ് ദ അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സൺ ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് എ ബ്രസ്റ്റ്. രണ്ടു പേർക്ക് കടന്നു പോകത്തക്ക രീതിയിൽ എന്തുണ്ടാക്കുകയും ചെയ്യും? ഗ്യാപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ് എന്ന് പറഞ്ഞു. ദ പോയറ്റ് ഹാസ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ. The hunters are not in the habit of leaving one stone on a stone. Their only thought is to get the habit out of hiding. For what? To please the yelping dogs. ആ കുരയ്ക്കുന്ന പട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് മുയലിനെ പിടിക്കുക എന്നുള്ള ഉദ്ദേശവും. ഇതാണ് അവരുടെ രീതി. ഇത്രയാണ് പറഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടല്ലോ. ദ ഗ്യാപ്സ്, അപ്പോഴും പറഞ്ഞ കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഫ്രെറ്റേണിറ്റി ആൻഡ് ടോളറൻസ് ആർ ദ ടു വെർച്യൂസ് ഓഫ് ഹാർമോണിയസ് ലിവിംഗ്. ഈ ലൈൻ ഓർത്ത് വെച്ചോളാം. സാഹോദര്യവും സഹിഷ്ണുതയും അനിവാര്യമാണ് സുഖജീവിതത്തിന്, നല്ല ജീവിതത്തിൽ. അപ്പോഴും ഫ്രെറ്റേണിറ്റി, ടോളറൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ജസ്റ്റ് ലൈക്ക് ഓയിൽ ഫോർ ദ മെഷീൻ കോൾഡ് ലൈഫ്. ജീവിതമാകുന്ന യന്ത്രം സുഗമമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സാഹോദര്യവും സഹിഷ്ണുതയുമാകുന്ന എണ്ണ ഒഴിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പോലെയാണ്. ഇത് രണ്ടും ജീവിതത്തിൽ അനിവാര്യമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തവരെയും നമുക്ക് സഹിക്കേണ്ടി വരും. ഇഷ്ടമല്ലാത്തവരുടെ ആശയങ്ങളും ചിലപ്പോൾ കേൾക്കേണ്ടി വന്നേക്കാം. അപ്പോഴും സാഹോദര്യവും സഹിഷ്ണുതയും വേണം. പക്ഷെ നമ്മൾ ഇതൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോഴ് ഒരു ലൈനായിട്ട് എന്തെഴുതും? മെൻഡിങ് വാൾ ഈസ് എ പോപ്പുലർ പോയം ബൈ ദ പോപ്പുലർ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്. പോപ്പുലർ അമേരിക്കൻ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്. It is about the need and beauty of fraternity and tolerance for harmonious living. നമ്മളുടെ സുഗമമായ ജീവിതത്തിന് എന്ത് വേണം? സാഹോദര്യവും സഹിഷ്ണുതയും വേണമെന്നാണ് കവി പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഓൾ അതർ പോയംസ് ഓഫ് റോബർട്ട് ഫ്രോസ്റ്റ്, ദിസ് പോയം ഓൾസോ ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. ഡിലൈറ്റിൽ തുടങ്ങി വിവേകത്തിൽ അവസാനിക്കുന്ന ഒരു പോയമാണിത്. The poet says that there is some mysterious thing in nature which does not love a wall. There is some mysterious thing in nature that it is like a wall. It sends the frozen ground swell under it and drops the upper boulders in the sun. It breaks the wall. It makes gaps, even two can pass a breast. It makes gaps. This mysterious thing in nature makes gaps in walls. The poet says that the second thing that destroys a wall is the work of hunters. Hunters are not in the habit of caring for man-made walls. Their only intention is to catch the rabbit which is hiding there, and it is meant to please the yelping dogs as well, the barking dogs as well. Now the rest. Back in order. The gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there. The gaps I mean. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഗ്യാപ്പിനെ പറ്റിയല്ലേ. ഗ്യാപ്പ് ഉണ്ടാവുന്നു. എന്തായിരിക്കാം? ഒന്നുകിൽ വേട്ടക്കാരൻ ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പം കാരണം, അല്ലെങ്കിൽ സംതിങ് മിസ്റ്റീരിയസ് ഇൻ നേച്ചർ കാരണമായിരിക്കാം ആ ഗ്യാപ്പ് ഇൻ ദ വാൾ. The gaps I mean, no one has seen them made or heard them made. ഇന്ന് വരെ ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഒരു മതിൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ തന്നെ ചിലപ്പോൾ മതിലിൽ പൊട്ടൽ ഉണ്ടായിരിക്കാം. ഈ പൊട്ടൽ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോഴ് ഇത് പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടുമില്ല. ഒരു മതില് പൊട്ടുന്ന സൗണ്ട് ഇന്ന് വരെ ആരും കേട്ടിട്ടുമില്ല. നാച്ചുറലായിട്ട് പൊട്ടുന്നത് സൗണ്ട് കേട്ടിട്ടുമില്ല, ആരും കണ്ടിട്ടുമില്ല. The gap, no one has seen them made or heard them made, but at spring mending time, വസന്തകാലമാകുമ്പോ, സ്പ്രിംഗ് സീസൺ ആകുമ്പോ, അപ്പോഴാണല്ലോ മെൻഡിങ് ടൈം. റോഡൊക്കെ നേരിനോ ദിസ് മതിലൊക്കെ റിപ്പയർ ചെയ്യുന്ന സമയം we find them there. ഗ്യാപ്സ് അവിടെ കാണും. അപ്പോഴീ മതിൽ ആരാണ് പൊട്ടിച്ചത്? എങ്ങനെയാണത് പൊട്ടിയത്? എപ്പോഴാണ് പൊട്ടിയത്? പൊട്ടിയതിന്റെ ശബ്ദം ഇതൊന്നും കേട്ടവരോ കണ്ടവരോ ഒന്നുമില്ല. പക്ഷേ സ്പ്രിംഗ് ആകുമ്പോഴത്തേക്ക് ഇത് കണ്ടിരിക്കും. But at spring mending time we find them there. I let my neighbor know beyond the hill. I let my neighbor, I allow my neighbor. ഞാൻ എന്റെ അയൽക്കാരന്റെ അടുത്ത്, നോ ബിയോണ്ട് ദ ഹിൽ,
എന്റെ അയൽക്കാരനെ അറിയാലോ, നേരത്തെ പോയിട്ട് പറഞ്ഞതുപോലെ തന്നെ കുന്നിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. ആ കുന്നിന്റെ അങ്ങ് അപ്പുറത്ത് താമസിക്കുന്ന അയാളടുത്ത് ഞാൻ പോയി പറയും. I let my neighbor know beyond the hill and on a day we meet. അങ്ങനെ ഒരു ദിവസം നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോഴും ഞാൻ അയാളുടെ അടുത്ത് പോയി പറയും, കുന്നിന്റെ അപ്പുറത്ത് താമസിക്കുന്ന. അപ്പോഴും എന്റെ വീട്ടിന്റെ അപ്പുറത്ത് പുരയിടമായിട്ട് കിടക്കുകയാണ്, അവിടെ ആള് താമസമില്ല. അയാൾ യഥാർത്ഥത്തിൽ കുന്നിന്റെ അപ്പുറത്താണ് താമസം. അപ്പോഴും ഞാൻ അയാളുടെ അടുത്ത് പോയി പറയും, നമ്മളുടെ മതിലൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ഡേ ഫിക്സ് ചെയ്യും. ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ. ഞങ്ങൾ ആ നിരയിലൂടെ നടക്കത്തക്ക രീതിയിൽ ഒരു ഡേ ഫിക്സ് ചെയ്യും. അപ്പുറത്തോടെ അയാളും ഇപ്പുറത്തോടെ ഞാനും നടക്കത്തക്ക രീതിയിൽ. ആൻഡ് ഓൺ എ ഡേ, അങ്ങനെ ഒരു ദിവസം നമ്മൾ ഫിക്സ് ചെയ്യുകയായി. വി മീറ്റ് ടു വാക്ക് ദ ലൈൻ ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ us again. വൺസ് അഗെയിൻ നമ്മൾ ആ മതില് ഒരിക്കൽ കൂടെ സെറ്റ് ചെയ്യുകയും ചെയ്യും. സെറ്റ് ദ വാൾ ബിറ്റ്വീൻ us once again. And set the wall between us once again. We keep the wall between us as we go. നമ്മൾ ഇങ്ങനെ പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? മതില് സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ സിമ്പിൾ മീനിങ് മനസ്സിലായല്ലോ. അപ്പോഴും വസന്തകാലം ആകുമ്പോഴത്തേക്ക് മതില് പൊളിഞ്ഞു കിടക്കുന്ന കാണാം. ഇന്നത്തെ പോലെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, സിമെന്റിങ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന മതിലാണ് പൊളിഞ്ഞു കിടക്കുന്നത്. അപ്പോഴേ പൊളിഞ്ഞു കിടക്കുന്ന വാർത്ത ഞാൻ പോയി എന്ത് ചെയ്യുന്നു? എന്റെ അയൽക്കാരനെ അറിയിക്കുന്നു. അയാൾ കുന്നിന്റെ അപ്പുറത്താണല്ലോ താമസം, അവിടെ പോയി പറയും. അങ്ങനെ ഒരു ദിവസം കളറൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് അയാൾ പറയും, ശരി എന്നാ നമുക്ക് ഇന്ന ദിവസം നമുക്കത് ശരിയാക്കാന്ന് പറയും. അങ്ങനെ അയാൾ ആ ദിവസം വരും. അങ്ങനെ അയാൾ ആ ദിവസം വരികയും അയാൾ അയാളുടെ വസ്തുവിന്റെ സൈഡിൽ കൂടെ നടക്കുകയും ഞാൻ എന്റെ വസ്തുവിന്റെ സൈഡിൽ കൂടെ നടക്കുകയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മതിൽ റിപ്പയർ ചെയ്യും. അവിടെ വീണടക്കുന്ന കല്ലുകൾ അയാളെടുത്ത് മുകളിലോട്ട് വയ്ക്കും. ഇവിടെ വീണടക്കുന്ന കല്ലുകൾ ഞാനും എടുത്ത് മുകളിലോട്ട് വയ്ക്കും. അങ്ങനെ നമ്മൾ മതിൽ സെറ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. നോക്കിയത് ലൈൻസ് ഒന്നോട്ട് നോക്കി. To place the gaps I mean, no one has seen them made or heard them made. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല മതിൽ പൊട്ടുന്നതോ ഒന്നും. But at spring mending time we find them there. I let my neighbor know beyond the hill. ആ കുന്നിന്റെ അപ്പുറത്ത് താമസിക്കുന്ന വ്യക്തിയെടുത്ത് ഞാൻ ചെന്ന് പറയും. And on a day we meet to walk the line. അങ്ങനെ ഒരു ദിവസം നമ്മൾ ആ ലൈനിലൂടെ നടക്കും. And set the wall between us once again. We keep the wall between us as we go. നമ്മൾ പോകുന്നതനുസരിച്ച് മതിൽ നേരെയാക്കുകയും ചെയ്യും. We keep the wall between us as we go. To each the boulders that have fallen to each. To each the boulders that have fallen to each. അറിയാലോ, ഓരോ ഭാഗത്തും വീണ് കിടക്കുന്ന കല്ലുകൾ. That have fallen to each. അത് നമ്മൾ നേരെയാക്കുന്നു. And some are loaves and some so nearly balls. We have to use a spell to make them balance. And some are loaves. ചിലതൊക്കെ ചതുര ഷേപ്പിലായിരിക്കും, സ്ക്വയർ ഷേപ്പിലായിരിക്കും. Some are loaves. അപ്പോഴും ചിലതൊക്കെ എന്താണ്? സത്യത്തിൽ ബ്രെഡിന്റെ ഷേപ്പിലിരിക്കും. Some so nearly balls. ചില കല്ലുകൾ കണ്ടാൽ എന്ത് തോന്നും? ഉരുണ്ടിരിക്കുന്ന പോലെ, ബോൾ ഷേപ്പിലിരിക്കുന്ന പോലെ തോന്നും. We have to use a spell to make them balance. സത്യം പറഞ്ഞാൽ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് സ്പെൽ, മന്ത്രം തന്നെ ഉപയോഗിക്കേണ്ടി വരും. മന്ത്രം ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഈ കല്ലുകൾ ഷേപ്പ്ലെസ് ആയിരിക്കും, അൺഈവൻ ആയിരിക്കും. അപ്പോഴും നമ്മൾ നേരത്തെ പറയും, ഇന്ന് മതിൽ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരേ ഷേപ്പിലുള്ള കല്ലുകളായിരിക്കും. പല ഷേപ്പിലുള്ള കല്ലുകൊണ്ട് കൊടുത്താൽ ഇന്നാരും മതിൽ കെട്ടുകയില്ല. അപ്പോഴും ഒരേ ഷേപ്പിലുള്ള കല്ലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും ഫാക്ടറി മെയ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ കൊണ്ടുവരുന്നതാണെങ്കിൽ കല്ല് ചെത്തി ഷേപ്പാക്കി ഒരേ അളവിലാക്കിയിട്ടാണ് കെട്ടുന്നത്, മതിൽ കെട്ടുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ സമയത്ത്. ഇപ്പൊ ചില കല്ലുകൾ എന്ന് വെച്ചാൽ ഉരുളൻ ഷേപ്പിലായിരിക്കും. ഇപ്പൊ ഉരുളൻ ഷേപ്പിലുള്ള ഒരു ബോളിന്റെ ഷേപ്പിലുള്ള കല്ലിന്റെ മുകളിൽ ഒരു ചതുര കല്ലെടുത്ത് വെച്ചാൽ എന്ത് ചെയ്യും? അത് വന്ന് വീഴും. അത് ഉരുണ്ടങ്ങ് വീഴാൻ സാധ്യതയില്ലേ? അപ്പോഴത് വീഴാതിരിക്കണമെങ്കിൽ ഞങ്ങൾ മന്ത്രം തന്നെ ചൊല്ലേണ്ടി വരും. മന്ത്രം ചൊല്ലേണ്ടി വരുമെന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡിഫിക്കൽട്ട് ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കല്ലെടുത്ത് വെച്ചിട്ട് ഒരു കൈവച്ച് അത് പിടിച്ചിട്ട് അപ്പുറത്തെ കൈവച്ച് പിന്നെ അടുത്ത് എന്ത് ചെയ്യും? കുറെ ചീളുകളൊക്കെ എടുത്ത് വെച്ച് അല്ലെങ്കിൽ ചെറിയ പീസൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ അതിനട വെച്ച് ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതാണ് കവിമന്ത്രം ചൊല്ലലെന്ന് ഉദ്ദേശിച്ചത്. അപ്പോഴ് കുറച്ച് കല്ലുകൾ, ചെറിയ കല്ലുകളിന്റെ കഷ്ണമൊക്കെ എടുത്ത് വെച്ച് എങ്ങനെയെങ്കിലും വീഴാതെ വെക്കും. To each, some are loaves and some so nearly balls. ഒരേ ഷേപ്പിലുള്ള കല്ലുകളാണെങ്കിൽ പറക്കി വെച്ച കെട്ടിപ്പോവാൻ എളുപ്പമാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇത് വീണ് അതിന്റെ അരിവൊക്കെ ഉടഞ്ഞ് അതൊരു പരുവായ കല്ലുകളായിരിക്കും. ചിലതൊക്കെ സത്യത്തിൽ നല്ല റൗണ്ട് ഷേപ്പിലിരിക്കും, ബോളാണോ എന്ന് തോന്നിപ്പോവും.
അതൊക്കെ എടുത്ത് മുകളിലോട്ട് വെക്കും. അതങ്ങ് വീഴാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അത് ഷേപ്പ് ആക്കും. Some are loaves and some so nearly balls. We have to use a spell to make them balance. ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? We have to use a spell. മന്ത്രം തന്നെ ഉപയോഗിക്കേണ്ടി വരും. Stay where you are until our backs are turned. കുറച്ചു നേരത്തേക്കൊന്ന് നിൽക്കൂ. Until our backs are turned. നമ്മളൊന്ന് തിരിയുന്നവരെയെങ്കിലും. ഇതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കല്ലെടുത്ത് വെച്ച് 2-3 പ്രാവശ്യം താഴെ വീഴുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് മനുഷ്യന് ദേഷ്യവും വിഷമവും ഒക്കെ വരും. അപ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും, ദൈവമേ ഇച്ചിരി നേരം ഒന്ന് ഇരിക്കണേ അവിടെ. സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. സത്യത്തിൽ നമ്മളങ്ങ് തിരിച്ചു പോകുന്നവരെ ഇരുന്നാൽ മതി, കെട്ടി തീരുന്നവരെ ഇരുന്നാലെങ്കിലും മതി എന്നങ്ങ് പറഞ്ഞു പോകും. സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. We wear our fingers rough with handling them. അതുമല്ല, we wear our fingers rough with handling them. നമ്മളുടെ കൈയൊക്കെ അങ്ങ് റഫ് ആവും, ഒരു പരുവാവും. We wear our fingers rough with handling them. ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് കൈയൊക്കെ അങ്ങ് ഒരു പരുവാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് there is something in nature. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയണം. ഇൻട്രൊഡക്ഷൻ എന്താണ്? Mending Wall is a popular poem by the popular American poet Robert Frost. It is about the need and beauty of fraternity and tolerance. സാഹോദര്യവും സഹിഷ്ണുതയുടെയും ആവശ്യകതയെ പറ്റിയാണ് ഈ കവിതയിൽ പറയുന്നത്. Just like all other poems of Robert Frost, this poem also begins in delight and ends in wisdom. ഈ കവിതയിൽ എന്ത് ചെയ്യുകയാണ്? സന്തോഷത്തിൽ തുടങ്ങി വിവേകത്തിൽ അവസാനിക്കുന്നു. It instructs and delights. നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു, സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. The poem begins with a popular line. Something there is that doesn't love a word. Simplicity is the hallmark of Robert Frost's poem. ഫ്രോസ്റ്റിന്റെ പോയത്തിന്റെ പ്രത്യേകത സിംപ്ലിസിറ്റി ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ ഫ്രോസ്റ്റിന് കഴിയും. പക്ഷെ അതിനകത്ത് നിഗൂഢമായി ഒരുപാട് അർത്ഥം കൊണ്ടുവരും. ഇപ്പൊ മെൻഡിങ് വാൾ എന്ന് തന്നെ എടുത്തില്ലേ, മതില് കെട്ടുന്നു, ഒരു സിമ്പിൾ തീ നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ മതില് യഥാർത്ഥത്തിൽ എന്താണ്? ജാതി മത ചിന്തകൾക്കെതിരെയുള്ള മതിലാണ്. വർഗങ്ങൾക്കെതിരെയുള്ള, കറുത്തവർ വെളുത്തവർ അവർക്കെതിരെയുള്ള മതിലാണ്. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവരില്ലാത്തവർ, പണക്കാർ പാവപ്പെട്ടവർ, അതിനെതിരെയുള്ളതാണ്. അങ്ങനെ പലതിനും. അല്ലെങ്കിൽ ലിമിറ്റ്സ്, ജോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഉണ്ടല്ലോ, ഇന്ത്യയാണ്, വേറൊരു രാജ്യമാണ്, പാകിസ്ഥാനാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന അതിനൊക്കെ എതിരെയുള്ള മതിലായിട്ട് കൊണ്ടുവരും. അപ്പോഴ് കവി തുടങ്ങുന്നത് തന്നെ സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ. ഈ ലോകത്ത് എന്തോ ഒരു നിഗൂഢ ശക്തിയുണ്ട്, മനുഷ്യരെ എല്ലാം ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. സത്യത്തിൽ ഏകൈവ മനുഷ്യജാതി, മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു നിഗൂഢ ശക്തി ഉണ്ട്. അത് മതിലൊക്കെ പൊളിച്ചു കളയാനായിട്ട് ശ്രമിക്കും. പക്ഷെ എന്നിട്ടും മനുഷ്യൻ മതിൽ കെട്ടിവെക്കും. അപ്പോൾ സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ. That is Robert Frost says that there is some mysterious thing in nature that does not love a wall. Then he says that the work of hunters is another thing. That means that hunters also destroy walls. And the poet himself, from his personal experiences, says that he has come after them and made his wall repair. The hunters are not in the habit of making or leaving one stone on a stone. Their sole motive is to catch the rabbit out of hiding, and moreover to please the yelping dogs as well. It is mysterious how the wall breaks. It is a mysterious thing. Anyway, at a spring season, walls are in a damaged condition, and naturally I go to my neighbor's house. He lives beyond the hill, and I inform him that the wall is in a dilapidated wall is broken, and naturally we fix a ditch, and he comes there. He walks through his line, and I through my line, and set the wall. We set the wall. We keep the wall between us as we go. We are picking the boulders and making the walls. Some are loaves and some so nearly balls. That is, the rocks, that is, the pieces are uneven. They have no perfect shape. It is a difficult job to set the wall. At last we are in the habit of praying, stay where you are until our backs are turned. അത്ര നേരമെങ്കിലും ഒന്നിരുന്നാൽ മതിയായിരുന്നു, നമ്മൾ അങ്ങ് പോകുന്നത് വരെ. കൈയൊക്കെ സത്യത്തിൽ ഒരു പരുവാവും. We wear our fingers rough with handling them. ഇത് ഹാൻഡിൽ ചെയ്ത് കൈയൊക്കെ തന്നെ ഒരു പരുവാവും.
Oh, just another kind of outdoor game. One on a side, it comes to little more. There where it is, we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the cones under his pines. I tell him, he only says, good fences make good neighbors. Oh, just another kind of outdoor game. അത്രയും വരെ നോക്ക്. Oh, just another kind of outdoor game. സത്യം പറഞ്ഞാൽ ഈ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ, ഞാൻ എന്റെ പുരയിടത്തിലൂടെ ഇങ്ങനെ നടക്കുന്നു, അയാൾ അയാളുടെ പുരയിടത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു, എന്നിട്ട് ഓരോ ഭാഗത്തും വീണ് കിടക്കുന്ന കല്ലുകൾ പറക്കി വെക്കുകയാണ്. ഇത് കണ്ടാൽ എന്ത് തോന്നിപ്പോവും? ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. ഈ ബാഡ്മിന്റൺ കളിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടല്ലോ, ഔട്ട്ഡോർ ഗെയിം, അതാണോ എന്ന് തോന്നിപ്പോവും. അപ്പോഴ് ദൂരെ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, ഒരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ്. ഒരു സമയത്ത് എന്ത് ചെയ്യും, ഒരാൾ ഒരു കല്ലുമായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നു, ഈ സമയത്ത് മറ്റേ ആളിനെ ചിലപ്പോൾ കാണാനില്ല, അയാൾ കല്ലെടുക്കാനായിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോഴ് ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കല്ലെടുത്ത് വെക്കുന്നു. ഇത് വല്ല ഗെയിമോ ആണോ? രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കണ്ടുമുട്ടിയാൽ പോയിന്റ് കിട്ടുന്ന വല്ല ഗെയിമോ ആയിരിക്കുമോ എന്നൊക്കെ തോന്നിപ്പോവും. ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. വൺ ഓൺ എ സൈഡ്, ഒരു മതിലിന്റെ ഇപ്പുറത്ത് ഒരാള്, വേറൊരു അപ്പുറത്ത് വേറൊരാള്. അപ്പോഴിത് ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ, അല്പം കൂടെ കാര്യമുണ്ട് കേട്ടാ. കാര്യം എന്താണ്? there where it is, we do not need the wall. സത്യം പറയട്ടെ, ഇവിടെ ഒരു മതിലിന്റെ ആവശ്യമില്ല. എനിക്ക് കറക്റ്റായിട്ട് അറിയാം, മതിലിന്റെ ആവശ്യമില്ല. he is all pine and I am apple orchard. അവൻ പൈൻ മരങ്ങളാണ് വളർത്തുന്നത്, പൈൻ മരം കൃഷി ചെയ്യാണ്. ഞാനാണെങ്കിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നു. ഞാൻ ആപ്പിൾ കൃഷി ചെയ്യുന്നു, അവൻ പൈൻ കൃഷി ചെയ്യുന്നു. ഇവിടെ എന്തിനാ ഇതിന്റെ ഇടയ്ക്ക് മതില്? He is all pine and I am apple orchard. My apple trees will never get across and eat the cones under his pines. മതിലില്ല എന്ന് വെച്ച് എന്റെ ആപ്പിൾ മരങ്ങൾ ഓടി അവന്റെ പൈൻ മരത്തിന്റെ ചുവട്ടിൽ ചെന്നിട്ട് അതിനെ പിടിച്ച് വിഴുങ്ങും, അല്ലെങ്കിൽ അതിന്റെ കോൺസ് കഴിക്കൂ? ഇല്ലല്ലോ. ഇപ്പോ സിമ്പിൾ മീനിങ് എന്താണ്? രണ്ടുപേരും ഒരേ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ശരിയാണ്, ഒരു മതില് വേണം. ഇപ്പൊ രണ്ടുപേരും ആപ്പിളാണ് കൃഷി ചെയ്യുന്നത്. മതില് ഉണ്ടെങ്കിൽ പിന്നെയും കൊള്ളാം, കാരണം നടുക്കിടക്കുന്ന ആപ്പിൾ എന്റേതാണോ അയാളുടേതാണോ, അടികൂടാൻ അത് മതിയല്ലോ. അത് വേണ്ട, അതിന് മതില് വേണം. പക്ഷെ ഇവിടെ ഞാനാണെങ്കിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നു, അവൻ പൈൻ കൃഷി ചെയ്യുന്നു, രണ്ടും ഒരു കുഴപ്പവും ഇല്ലാത്തതാണ്. അപ്പോഴങ്ങനെ വരുമ്പോ എന്തിനാണ് അവിടെ ഒരു മതില്? I am apple orchard എന്ന് വെച്ചാൽ അർത്ഥം ഫ്രൂട്ട് ഗാർഡൻ. My apple trees will never get across and eat the cones under his pines. എന്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ഓടി ചെല്ലത്തില്ലല്ലോ അവന്റെ പൈൻ മരത്തിന്റെ കോൺസ് കഴിക്കാനായിട്ട്. I tell him, ഞാനത് അവന്റെ അടുത്ത് പറയും. He only says, ഞാൻ അവന്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്, എന്റെ അയൽക്കാരന്റെ അടുത്ത് പറയും. സത്യത്തിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾ പൈനാണ് കൃഷി ചെയ്യുന്നത്, ഞാൻ ആപ്പിളാണ് കൃഷി ചെയ്യുന്നത്, അതുകൊണ്ട് എന്തിനാണെന്ന് ചോദിക്കും. പക്ഷെ അയാൾക്ക് ഒരു മറുപടിയേ ഉള്ളൂ, ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. അയാൾക്ക് പറയാനുള്ള ഇതാണ്, ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. He only says, good fences make good neighbors. നല്ല വേലി കെട്ടിവെച്ചാൽ നല്ല അയൽക്കാരായിട്ട് ജീവിക്കാം. ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഇറ്റ് ഈസ് എ കീ സെന്റൻസ്. ഇപ്പോൾ നല്ലൊരു സെന്റൻസ്, നല്ലൊരു ലൈനാണ്. ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല വേലി കെട്ടിവെച്ചാൽ നല്ല അയൽക്കാരായിട്ട് ജീവിക്കാം. നല്ല മതിൽ കെട്ടിവെച്ചാൽ നല്ല അയൽക്കാരായിട്ട് ജീവിക്കാം. ഡോണ്ട് ഇൻട്രൂഡ് ഇൻ ടു അതേഴ്സ് ബിസിനസ്. അയൽക്കാരന്റെ കാര്യത്തിൽ ചെന്ന് തലയിടരുത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. കീപ്പ് ഡിസ്റ്റൻസ് ടു കീപ്പ് റെസ്പെക്ട്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കീപ്പ് ചെയ്യാം? റെസ്പെക്ട് കീപ്പ് ചെയ്യാം. നമ്മളൊരു വ്യക്തിയുമായിട്ട് കൂടുതൽ അങ്ങ് അടുപ്പത്തിലാവുമ്പോൾ എന്ത് നഷ്ടമാവും? ആ റെസ്പെക്ട് നഷ്ടമാവും. കീപ്പ് ഡിസ്റ്റൻസ് ടു കീപ്പ് റെസ്പെക്ട്. അതുപോലെ നമ്മൾ അയൽക്കാരുമായിട്ട് കൂടുതൽ അടുക്കാതിരുന്നാൽ അയൽ ബന്ധം എന്നും അതേപോലെ നിലനിൽക്കും. അയൽക്കാരുമായിട്ട് കൂടുതൽ അടുത്താലോ ഈ അയൽ ബന്ധം നല്ലതുപോലെ നിലനിൽക്കുകയില്ല. ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നമ്മളുടെ അയൽക്കാരൻ, നൈബർ, പോയറ്റിന്റെ നൈബർ, ഹീസ് എ കൺസർവേറ്റീവ്, യാഥാസ്ഥിക മനോഭാവിയാണ്. യാഥാസ്ഥിക മനോഭാവമുള്ള വ്യക്തിയാണ്. കൺസർവേറ്റീവ് ബൈ നേച്ചർ. A bigoted or a conservative by nature.
He only says, good fences make good neighbors. ഞാൻ എന്റെ പുരോഗമനപരമായ ആശയം അവന്റെ തലയിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഇവിടെ ഒരു മതിലിന്റെ ആവശ്യമില്ല. നമ്മൾ എന്തിനാണ് ഈ കൈയൊക്കെ ഒരു പരുവാവുന്നു, ഈ പാറയൊക്കെ പറക്കി വെച്ച് കയ്യിലൊക്കെ തഴമ്പും ഒരുമാതിരിയാവുന്നു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ പാടുപെടുന്നത്? സത്യത്തിൽ ഞാനാണെങ്കിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നു, നിങ്ങൾ പൈൻ കൃഷി ചെയ്യുന്നു. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവുകയോ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ലല്ലോ. അപ്പോഴും നമുക്ക് മതില് വേണ്ട. പക്ഷെ അയാൾ സമ്മതിക്കത്തില്ല. അയാൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല വേലി കെട്ടി വെച്ചാൽ നല്ല അയൽക്കാരായിട്ട് ജീവിക്കും. അപ്പോൾ എന്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങി വെച്ചതാണ്. ഞാനതിൽ നിന്ന് മാറത്തില്ല, ഞാനായിട്ട് മാറ്റി വരുത്തില്ല. ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ളവർ. അപ്പോഴയാൾ ഒരു പുരോഗമനവാദിയല്ല, നേരെ മറിച്ച് അയാൾ എന്താണ്, ഒരു കൺസർവേറ്റീവ് ആണ്. അപ്പോൾ എനിക്കറിയാം സത്യത്തിൽ എന്റെ ആദർശമാണ് ശരി, അയാളുടെ ആദർശം മണ്ടത്തരമാണ്. അയാൾ എന്താ പറഞ്ഞുകൊണ്ടാക്കുന്ന, ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ചിന്തിച്ചു നോക്കിയേ, ഞാനാണ് അയാളുടെ അടുത്ത് പോയി പറഞ്ഞത് മതിൽ പൊളിഞ്ഞടയ്ക്കാം. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെറ്റേണിറ്റി ആൻഡ് ടോളറൻസ്. മനസ്സിലായ? അപ്പോൾ ഫ്രെറ്റേണിറ്റിയും ടോളറൻസ്, എനിക്ക് സത്യത്തിൽ അതിലിഷ്ടമല്ല, പക്ഷെ അയാൾക്ക് വേണ്ടി ഞാനും കൂടെ നിന്നു കൊടുക്കുന്നു. ഫ്രെറ്റേണിറ്റി ആൻഡ് ടോളറൻസ്. അപ്പോഴ് അവിടെ നമ്മൾ അയാളുടെ ആറ്റിറ്റ്യൂഡിനോട്, അയാളോട് ഒരു ടോളറന്റ് ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വീകരിച്ചു. സഹിഷ്ണുതാ മനോഭാവം അവനും അതിലുണ്ടെങ്കിലേ പറ്റൂ. അവനടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കി. ആപ്പിളും പൈനും ഒക്കെ കൃഷി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാണ് മതിലെന്ന് ചോദിച്ചു നോക്കി. നമ്മളൊക്കെ ഒന്നല്ലേ എന്നൊക്കെ ചോദിച്ചു നോക്കി. പക്ഷെ രക്ഷയില്ല. അയാൾ എന്താ പറയുന്നു, ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല വേലി കെട്ടി വെച്ചാൽ നല്ല അയൽക്കാരായിട്ട് ജീവിക്കാം എന്നാണ് അയാൾ പറയുന്നത്. ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറഞ്ഞു. അയാൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോഴും നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, ഇനി ഒരു സ്റ്റാൻസയും കൂടെ ഉള്ളു പോയം. അതിനു മുമ്പ് ഇത്രയും നേരം പറഞ്ഞു ഒന്നുകൂടെ നോക്കാം. അപ്പോഴ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയമാണ്. റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് അബൌട്ട്, ദ പോയം ഈസ് അബൌട്ട് മെൻഡിങ് വാൾ. മതിൽ കെട്ടിനെ പറ്റിയാണ് കവിത. ബൗണ്ടറി വാൾ കെട്ടുന്നതിനെ പറ്റിയാണ് കവിത. എന്നാലും അതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നീഡ് ആൻഡ് ബ്യൂട്ടി ഓഫ് ഫ്രെറ്റേണിറ്റി ആൻഡ് ടോളറൻസ്. ഫ്രെറ്റേണിറ്റി ആൻഡ് ടോളറൻസ്. അപ്പോഴ് സഹിഷ്ണുത, ഫ്രെറ്റേണിറ്റി, ടോളറൻസ് സഹിഷ്ണുത, ഫ്രെറ്റേണിറ്റി സാഹോദര്യവും സഹിഷ്ണുതയും നമുക്ക് ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ദീസ് ടു ആർ ജസ്റ്റ് ലൈക്ക് എ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫോർ ദ മെഷീൻ ഓഫ് ലൈഫ്. ജീവിതമാകുന്ന യന്ത്രത്തിന് സുഗമമായി പ്രവർത്തിക്കാനുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണെന്ന് പറയാം ഫ്രെറ്റേണിറ്റി, ടോളറൻസ്. അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോഴ് നമ്മളുടെ അയൽക്കാരൻ മണ്ടനായിരിക്കാം, അയാളുടെ സമീപനം ശരിയല്ലായിരിക്കാം, അയാൾ കൺസർവേറ്റീവ് ആയിരിക്കാം. പക്ഷെ എങ്കിലും അയാളുടെ ആശയങ്ങളൊപ്പം നമുക്കും ജീവിച്ചല്ലേ പറ്റുള്ളൂ. വി ഹാവ് ടു ലീവ് ടുഗദർ. We have the same Father in heaven and we are all brothers. ഏകൈവ മനുഷ്യജാതി. The poet says, something there is that doesn't love a wall. ഈ ലോകത്ത് അതിലിഷ്ടമല്ലാത്ത എന്തോ ഒരു അദൃശ്യ ശക്തിയുണ്ട്. അപ്പോഴേ something there is that does not love a wall. There is something mysterious in nature which dislikes the walls. It sends the frozen ground swell under it and spills the upper boulders in the sun. It destroys man-made walls. And what happens? It makes gaps. Even two can pass a breast. രണ്ടുപേർക്ക് കടന്നു പോകത്തക്ക രീതിയിൽ മതില് പൊളിഞ്ഞു കിടക്കുന്ന കാണാൻ പറ്റും. The work of hunters is another thing. Yet another thing. പ്രകൃതി കേൾക്കുന്ന മിസ്റ്റീരിയസ് തിങ് അല്ലാതെ മറ്റൊരു കാര്യം എന്താണ്? വേട്ടക്കാരുടെ കാര്യമാണ്. I have come after them and made repair. ഞാൻ വന്നിട്ട് ഇത് പലപ്പോഴും റിപ്പയർ ചെയ്തിട്ടുണ്ട്. Where they would not have. അവരെന്ത് ചെയ്യല്ല? They would have left not one stone on a stone. ഒരു കല്ലിന്റെ മുകളിൽ മറ്റൊരു കല്ലെടുത്ത് വെക്കുന്ന ശീലം അവർക്കില്ല. They are in the habit of destroying walls for hunting rabbits to please the yelping dogs. The thing is that no one has seen the gaps being made. No one had heard the sound of these broken walls. മതില് പൊട്ടുന്നതിന്റെ സൗണ്ട് ആരും കേട്ടിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. But the gaps are there. At a spring season, വസന്തകാലം ആകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ മതില് പൊളിഞ്ഞ് കിടക്കുന്നത് കാണാം. And what happens then? The poet goes to his neighbor's side, informs him about the condition of the wall. മതിലിന്റെ കണ്ടീഷനെ പറ്റി പറയും.
And naturally what will happen on a day we will meet. ഒരു ദിവസം നമ്മൾ മീറ്റ് ചെയ്യുന്നു. We set the wall between us as we go. നമ്മൾ മതിൽ ശരിയാക്കുന്നു. To each the boulders that have fallen to each. Some are loaves and some so nearly balls. ചിലതൊക്കെ സ്ക്വയർ ഷേപ്പിലായിരിക്കും, ചിലത് ബോൾ ഷേപ്പിലായിരിക്കും. We have to use a spell to make them balance. നമ്മൾ സത്യത്തിൽ ഒരു മന്ത്രം തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇത് ബാലൻസ് ചെയ്യാൻ. Stay where you are until our backs are turned. എന്തായാലും അവിടെ തന്നെ നിൽക്കുക. നമ്മൾ വരുന്നത് വരെ, നമ്മളങ്ങ് പോകുന്നവരെങ്കിലും. ഇത്രയും പറഞ്ഞിട്ടാണ് മിക്കവാറും നമ്മൾ പോകുന്നത്. We wear our fingers rough. കൈയൊക്കെ ഒരു പരുവോ. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്ത് കൈയൊക്കെ ഒരു പരുവാവുകയും ചെയ്യും. The poet, to the poet, mending wall looks like what an outdoor game. ഒരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ് തോന്നുന്നത്. വൺ ഓൺ എ സൈഡ്, ഒരു ഭാഗത്ത് ഒരാൾ, മറുഭാഗത്ത് വേറൊരാൾ നിൽക്കുന്ന ഒരു ഔട്ട്ഡോർ ഗെയിം. ആക്ച്വലി there is no need of a wall. സത്യം പറയാലോ ഒരു മതിലിന്റെ ആവശ്യമേ ഇല്ല. For he is all pine and I am apple orchard. അയാൾ പൈൻ മരം കൃഷി ചെയ്യുന്നു, ഞാൻ ആപ്പിളും കൃഷി ചെയ്യുന്നു. ആപ്പിളും പൈനും കൂടെ ഒരിക്കലും മിക്സ് ചെയ്യാൻ പോകുന്നില്ല. സോ വൈ there is a wall? I asked him. ഞാൻ അവന്റെ തലയിലേക്ക് ഒരു അല്പം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ തിരികെ കയറ്റാൻ നോക്കിയതാണ്. എന്തിനാണ് നമ്മൾ മതിൽ കെട്ടിവെക്കുന്നത്? അയാൾക്ക് ഒരു സെന്റൻസേ പറയാനുള്ളൂ. He only says good fences make good neighbors. നല്ല വേലി കെട്ടിവെച്ചാൽ നല്ല അയൽക്കാരായിട്ട് ജീവിക്കാം. He is a conservative. He insists on walls. അയാളുടെ അഭിപ്രായത്തിൽ മതിലുകൾ അത്യാവശ്യമാണ്. മതിലുണ്ടെങ്കിൽ മാത്രമേ നല്ല അയൽക്കാരായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അത്രേ. ഡോണ്ട് ഇൻട്രൂഡ് ഇൻ ടു അതേഴ്സ് ബിസിനസ്. അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും പോയി തലയിടേണ്ട കാര്യമില്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. ഇതാണ് ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. അപ്പോഴേ അയാൾ എപ്പോഴും ഇതേ പറയാനുള്ളൂ. ദ നൈബേഴ്സ് Neighbor is of the opinion that good fences make good neighbors. So the poet is forced to confirm. ഇപ്പോൾ കവി പലപ്പോഴും അതിനോട് യോജിച്ച് പോകേണ്ടി വരുന്നു. കാരണം എന്താണ്? ഫ്രറ്റേണിറ്റിയും ടോളറൻസും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ ഈ ലോകത്ത് നിലനിൽക്കാൻ. അപ്പോഴ് ദ പോയിറ്റ് സെയിങ്, ഇപ്പോഴും മതിൽ കെട്ടുന്നതാണ് സിമ്പിൾ സിറ്റുവേഷൻ. ഓർമ്മയുണ്ടല്ലോ, ഒരു മതിൽ കെട്ടുന്ന സിറ്റുവേഷൻ ചിത്രീകരിച്ചിരിക്കുന്നു. എന്നിട്ട് കവി ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നു. തന്റെ അയൽക്കാരന്റെ ആർഗ്യുമെന്റിലാണ് ഗുഡ് ഫെൻസേഴ്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഇനി പോയിറ്റിന്റെ ആർഗ്യുമെന്റും കൂടെ കൊണ്ടുവരുന്നു. ഏകദേശം കൊണ്ടുവന്നു. ഇവിടെ ഒരു മതിലിന്റെ ആവശ്യമില്ല, ഞാൻ ആപ്പിൾ കൃഷി ചെയ്യുന്നു, അയാളാകട്ടെ പൈന്. ഇത് കൊണ്ടുവന്നു. ഈ രണ്ട് ആർഗ്യുമെന്റ് രണ്ടാണ്. പക്ഷേ എങ്കിലും എന്താണ്? ഫ്രറ്റേണിറ്റിയും ടോളറൻസുമാണ് പ്രധാനം. ഇതാണ് പോയത്തിൽ ഇനി സ്ഥാപിക്കാൻ പോകുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കൂടെ പറയാം.